ഹായ് ഗൈസ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു വേഷമൊക്കെ കാണുമ്പോൾ അറിയായിരിക്കും ഞാൻ ഹോസ്റ്റലിലാണെന്ന്. ഈ ഹോസ്റ്റലിൽ നിന്നുള്ള അവസാനത്തെ വ്ളോഗായിരിക്കും എൻ്റെ അത്. നമുക്ക് വീഡിയോ കാണാം ഗൈസ്. അപ്പോൾ ഇൻട്രോയിൽ പറഞ്ഞ പോലെ തന്നെ ഈ ഹോസ്റ്റലിൽ നിന്നുള്ള അവസാനത്തെ വ്ളോഗാണ് കേട്ടത്. എന്താ അർച്ചന? അതെ ഗൈസ്, നമ്മള് ഹോസ്റ്റല് ചേഞ്ച് ആവാൻ പോവാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഫുള്ളും അലങ്കോലമായിട്ട് ഇട്ടിരിക്കുകയാണ്. നമ്മളെല്ലാം പാക്ക് ചെയ്യണല്ലോ. അപ്പൊ അതാണ് അർച്ചന. ഞാൻ ഫ്രഷ് ആയിട്ടുണ്ട്. ഓഫീസ് വന്നിട്ട് അർച്ചന ഇപ്പോഴും ആ യൂണിഫോമിൽ തന്നെ അങ്ങനെ നിൽക്കുകയാണ്. ഗൈസ്, നിങ്ങളിത് കാണണം കേട്ടാ. റൂം കിടക്കുന്ന കോലാണ്. റൂമല്ല, ബെഡ്. ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യണം. 2 വർഷം ഞാൻ ഈ റൂമിലായിരുന്നു ഗൈസ്. നിങ്ങൾ ആലോചിക്കണം. എന്താ എന്റെ ചാർജ് ചെയ്യുന്നത് കാര്യങ്ങളൊക്കെ. ഇവളുടെ പിന്നെ ഒന്നുമില്ല. ഇവള് പാക്ക് ചെയ്യാൻ തുടങ്ങുന്നില്ല. അവള് കുളിച്ചിട്ടില്ല. കുളിച്ച് കഴിഞ്ഞിട്ട് പാക്ക് ചെയ്യുന്ന സാധനങ്ങൾ, ഈ കാണുന്ന സാധനങ്ങളൊക്കെ നമ്മള് പാക്ക് ചെയ്യാനുള്ളതാണ്. പാക്ക് ചെയ്യാം. എനിക്ക് ഒട്ടും തന്നെ ബാഗ് പാക്ക് ചെയ്യാൻ അറിയില്ലായിരുന്നു കേട്ടോ. പിന്നെ അർച്ചനന്റെ കൂടെ കൂടി ഞാൻ ഇതെല്ലാം പാക്ക് ചെയ്യാൻ പഠിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിനകത്ത് കുറേ ഡ്രസ്സുകളുണ്ട്. കുറെ ഡ്രസ്സുകളുണ്ട്. ഇങ്ങനെ ചുരുട്ടി അവള് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയാണ് ബാഗ് പാക്ക് ചെയ്യേണ്ടതെന്ന്. ഞാൻ നോക്കി ചേച്ചി എന്ന് പറഞ്ഞിട്ട് ഞാൻ പോലെ പിന്നെ ആരാ കണ്ടോ ഒരു അമ്മച്ചി. അപ്പൊ നമ്മള് സൺഡേ ആണ് വാങ്ങിക്കണം. സൺഡേ ആണ് ചേഞ്ച് ആവുന്നത്. കണ്ട ഗൈസ്, ഇവളാണ് എന്നെ വഴിതെറ്റിക്കുന്നത്. ഇപ്പൊ ഞാൻ ആവശ്യത്തിന് നെക്സ്റ്റ് പോയിട്ട് പർച്ചേസ് ചെയ്തിട്ട് വന്നതാണ് കേട്ടാ. ഇപ്പൊ പറയാ ലിപ്സ്റ്റിക്ക് വാങ്ങിക്കണ്ടേ സൂര്യ, വാങ്ങിക്കണം. ഓ ഗൈസ്, ഇത്രയും എന്നെ സ്നേഹിക്കുന്ന വേറെ ആരാ ഉള്ളേ എന്ന് എനിക്ക് അറിയുന്നില്ല. പൈസ ഇങ്ങനെ പോണെന്ന് എനിക്ക് അറിയണില്ല കേട്ടാ. പുരാണം പറയുന്നത് ഗൈസ്, ഇവള് എന്റെ അമ്മനെക്കാളും മുന്നേ ജനിച്ച ജനറേഷൻ ആണ് തോന്നുന്നുണ്ട് കേട്ടാ. പലപ്പോഴായിട്ട് എനിക്ക് ഇവളെ അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം എന്റെ അമ്മ പറയുന്ന അതേ ഡയലോഗുകൾ അങ്ങനെ എന്താണ് പുള്ളി തെറ്റാതെ അവള് പറയാറുണ്ട്. എന്തായാലും പാക്ക് ചെയ്യാം. ഞാന് വ്ളോഗ് സ്റ്റാർട്ട് ചെയ്ത അപ്പൊ നമ്മള് ഇത് വാങ്ങിക്കില്ലേ, സ്റ്റിക്ക് വാങ്ങിക്കില്ലേ, അത് ഇത്രയും ദിവസം ഞാൻ യൂസ് ഒന്നും ചെയ്തിട്ടില്ല. അതാ ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. പൊട്ടി പിടിച്ച് കഴിച്ചു. എന്തോ കോളേജിലേക്കൊക്കെ ഇത് കൊണ്ടുപോയിട്ടുണ്ടപ്പോഴേക്ക് അതൊക്കെയാണ് ഇപ്പൊ ഞാൻ ഇത് കണ്ടപ്പോ ആലോചിച്ചത്. നമ്മുടെ സാധനം ഭദ്രമായിട്ട് നമ്മുടെ കയ്യിൽ തന്നെ. വീട്ടിൽ കുറെ നോക്കിയായിരുന്നു, പക്ഷെ കിട്ടില്ല. ഇവിടെ ഫുള്ള് തുണിയാണ്. ഇനി ഈ റൂമിൽ പുതിയ റൂമിൽ പോകുമ്പോ അകത്ത് അഴ കിട്ടുന്നത് നിർത്തണം. കാരണം ഇതിന് എങ്ങിട്ട് തിരിഞ്ഞാലും തുണിയാണ്. നമ്മളത് സ്റ്റോപ്പ് ചെയ്യുന്നതായിരിക്കും. പിന്നെ ഇത്രയും സാധനങ്ങൾ നമ്മള് ബാഗിൽ പാക്ക് ചെയ്യണം കേട്ടോ. ഇതിനകത്തുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഏകദേശം ഫുള്ള് കാര്യമാക്കിയിട്ടുണ്ട്. ഇതിനകത്ത് എനിക്ക് അങ്ങനെ സാധനങ്ങളൊന്നും ഇല്ല വലുതായിട്ടില്ല. ഇതെന്റെ പൊട്ട്. പിന്നെ ഇതില് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് ഗിഫ്റ്റ്. മറ്റേ ഈ പേഴ്സ് എനിക്ക് അന്യം വാങ്ങി തന്നാണ്. ഇതിനകത്ത് എനിക്ക് 3 രൂപ കിട്ടിയിട്ടുണ്ട്. കാണിച്ചാണ് ഇതിനകത്ത് 3 രൂപ കിടക്കുന്നുണ്ട്. എനിക്കിത് ഭയങ്കര ഇഷ്ടമായി. അപ്പൊ അതുകൊണ്ട് ഞാൻ തന്നെ വെച്ചത്. പിന്നെ കുറച്ച് ടാബ്ലറ്റ്, പിന്നെ കിൻഡർ ജോയ് കഴിച്ചിട്ടുള്ള കുറെ ടോയും കാര്യങ്ങളൊക്കെ ഇതിനകത്ത് കിടക്കുന്നുണ്ട്. ബാഗിൽ കുറച്ച് കിടക്കുന്നുണ്ട്. വലുതായിട്ട് അങ്ങനെ എല്ലാവരും പാക്ക് ചെയ്യാം. അതാ കണ്ട കട്ടിൽ കിടക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ ഇതായിട്ടുണ്ട്. ഇതിന്റെ ആമക്കുട്ടനുണ്ട് ഇവിടെ. കാര്യങ്ങളൊക്കെ തന്നെ അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. അപ്പോ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് അത്യാവശ്യമല്ല, കുറച്ച് സാധനങ്ങളൊക്കെ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി കുറച്ചും കൂടെ ചെയ്യാനുണ്ട്. നാളെ കൂടെ ഓഫീസ് ഉണ്ടല്ലോ. ഓഫീസിൽ പോയിട്ട് വന്നിട്ട് ബാലൻസ് നമ്മള് പാക്ക് ചെയ്യും. സൺഡേ രാവിലെയാണ് നമ്മളിവിടുന്ന് ചേഞ്ച് ആവുന്നത്. നമ്മളെ ഫുഡൊക്കെ കഴിച്ച് ഇനി ഉറങ്ങാനുള്ള തത്രപ്പാട്. എനിക്ക് പുരുകം ത്രെഡ് ചെയ്യാനായിട്ടുണ്ട്. അതാണ് ഞാൻ ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ കാണുന്നത് ഇതിപ്പോ ഫ്രൈഡേയിലുള്ള വീഡിയോ ആണ് കാണുന്നത്. ഇനി ഞാന് സൺഡേയിൽ കൂടെ ആഡ് ചെയ്തിട്ട് ലോങ് വീഡിയോ ആയിട്ടുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾ ഇനി ചുമര് മിസ് ചെയ്യണ്ട. എന്താ പറയാ, കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട് എന്താ സൂര്യ ചുമരിന്റെ കണ്ണടയുടെ അടുത്ത് ചെയ്ത് വെച്ചിട്ടുള്ള. അപ്പൊ നിങ്ങൾ ഇനി അത് മിസ് ചെയ്യും. ഈ കണ്ണടയൊക്കെ നിങ്ങൾ മിസ് ചെയ്യും ഗൈസ്. ഞാനും ഒരുപാട് മിസ് ചെയ്യും. കാരണം 2 വർഷമായിട്ട് ഞാൻ ഇതിന്റെ മുന്നിൽ തന്നെയാണ് ഇരുന്നിട്ട് വ്ളോഗ് എടുക്കുന്നത്, ഞാൻ ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ മിസ് ചെയ്യും, ഞാനും മിസ് ചെയ്യും. ഓക്കെ, റെഡിയാണ് ആയിക്കൊണ്ട് വരുന്നുണ്ട് ഗൈസ്.
എംബ്രോയിഡറി അല്ലാതെ നിങ്ങൾ എന്തായാലും മിസ് ചെയ്യും. അപ്പൊ ഞാൻ മിസ് ചെയ്യും. അപ്പോ നമ്മൾ ഓഫീസിലേക്ക് പോവാനായിട്ടാ, പോയിട്ട് വരാം. അപ്പൊ ഇനിയുള്ള വ്ലോഗൊക്കെ ഓഫീസിൽ പോകുന്നത് നമ്മൾ പുതിയ ഹോസ്റ്റലിൽ നിന്നായിരിക്കുമല്ലോ. അപ്പൊ ഇവിടെ നമ്മളുടെ ലാസ്റ്റ് ശനിയാഴ്ചയാണ്. നാളെ നമ്മൾ അങ്ങോട്ടേക്ക് പോകും. അതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് നാട്ടിലേക്ക് പോകുന്നില്ല. അപ്പൊ ഓഫീസിൽ നിന്നൊക്കെ വന്ന് ഞാൻ ഉറക്കമൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ വന്ന ടൈമിൽ തന്നെ ഇവിടെ അങ്ങനെ പാക്ക് ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്റെ കുറച്ച് അത്യാവശ്യ സാധനങ്ങളൊക്കെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാൻ കുറച്ച് സാധനങ്ങൾ മാത്രമേ ചെയ്യാനുള്ളൂ. പക്ഷെ നമ്മുടെ മാഡം ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൾക്ക് ഇപ്പോഴാണ് മുഹൂർത്തം കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണാം. ഞാൻ മുഖം കഴിയതാണ്. അതെ, അന്തിമ മുഹൂർത്തം. ഇവള് ഐശ്വര്യൊക്കെ നോക്കിയിട്ടാണ് ഡ്രസ്സ് പാക്ക് ചെയ്യാറ്. ഇത്രയും ഡ്രസ്സ് ഇവള് നാട് വിട്ട് വന്നാണ് പോകുന്നത്. സത്യത്തെ എനിക്ക് അതെ അതെ അതെ. അല്ല, ഞാൻ ഉദ്ദേശിച്ച വേറെ നാട് വിടലായിരുന്നു. ഇത് ഈ ഒരു കവറില്, പിന്നെ ഈ ബാഗില്, അതെ അതെ, ഈ ബാഗില് കുറെ തുണികള്, പിന്നെ പിന്നെ ഇതിനകത്തും കുറച്ച് തുണികള്, പിന്നെ ഞാൻ എന്താ തലേണൊക്കെ ആക്കാൻ വേണ്ടി കവർ മുൻപ് ഞാൻ വീട്ടിൽ എന്തോ ഒരു സാധനം വീട്ടിൽ നിന്ന് കൊണ്ടുവന്നപ്പോ ആക്കിയതായിരുന്നു. കവർ എടുത്തു വെച്ചുകൊണ്ട് ആ കവർ ഉപകാരപ്രദമായി തലേണിടാനായി. കളിച്ചിട്ടിരിക്കുന്നത് ഇത് ഫസ്റ്റ് നമ്മളിവിടെ വരുമ്പോ ബെഡ് വാങ്ങിക്കുമല്ലോ, അതിന്റെ കവറാണ്. അതിന് ഇങ്ങനെ മടക്കി വെച്ചായി. അപ്പൊ ഇവിടെ കുറച്ച് പാത്രങ്ങൾ, ഇതൊക്കെ പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളിൽ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് പിന്നെ ടിഫനും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ എന്റെ സ്പെഷ്യൽ ഇതെടുത്ത് വെക്കാനാണ്. എൻ്റെ അടുത്ത് കവറും കാര്യങ്ങളൊക്കെ സ്ഥലം ഇല്ലാത്തതുകൊണ്ട് ഞാനിത് എക്സ്ട്രാ ഇട്ടേക്കും. എന്റെ ഫാൻ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. എനിക്കിത് കിട്ടുമോ, ഇനി അവിടെ കൊണ്ടുപോകുമ്പോൾ ഇത് തരുമെന്നൊന്നും അറിയില്ല. സിബിക്കുള്ള ഏക ഒരു കഴിവ് എന്താന്ന് വെച്ചാ, എത്ര സാധനങ്ങൾ ഉണ്ടെങ്കിലും ആ ബാഗിൽ അവള് പാക്ക് ചെയ്യും. അത് അവളുടെ ഒരു കഴിവ് തന്നെയാണ്. പക്ഷെ എനിക്കൊക്കെ ഞാൻ 4 ഡ്രസ്സ് എടുത്ത് വെച്ചാ ആ ബാഗ് നിറയും. പക്ഷെ അതിന്റെ അകത്ത് അവളൊരു 12 ഡ്രസ്സ് വെക്കും. അത്രയ്ക്കും കഴിവുണ്ട് അവൾക്ക്. ആകെ ഒരു കഴിവ് മാത്രമേ അവൾക്കുള്ളൂ. ഹേരപ്പേ എന്നാണ് അവൾ പറയുന്നത്. ഇവള് എന്നില്ലേ അമ്മച്ചികളെ പോലെ പയരപ്പേ എന്നൊക്കെ പറയും. ഓ അതെ ഗൈസ്, അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ നന്നായി നിൽക്കുന്നു എന്നാണ് കവി പറയുന്നത്. തെറ്റ് എന്റെ ഭാഗത്താ. അത് ശരിയാ. ഇല്ല, നീയാണ് അനാവശ്യ ചെലവ്. അതെ ഗൈസ്, എനിക്ക് കാക്കപ്പള്ളിക്ക് വരുന്നുണ്ട് കേട്ടോ. പിന്നെ ഗൈസ്, മെയിൻ ആയിട്ട് ഒരു കാര്യം പറയാനുള്ളത്, കേക്കണ ഗൈസ്. അപ്പൊ ഗൈസ്, നമ്മുടെ വീഡിയോ അത്രയ്ക്ക് വൈറലാവുന്നുണ്ടെന്നാണ് അതിന്റെ അർത്ഥം. ഉള്ള കാര്യല്ലേ ഗൈസ് പറയുന്നേ. ശരി, അതില്ലല്ലോ അർച്ചന അത് അങ്ങനെ വ്ളോഗിൽ ഇടണ്ട. അലങ്കോലപ്പടി ഓൾമോസ്റ്റ് എല്ലാം നമ്മള് ബാക്കി എന്റെ ആമക്കുട്ടനുണ്ട്. നമ്മള് ബാഗിലാക്കണം. സ്ഥലമില്ല. ഇതൊക്കെ പിന്നെ തലയണ ആക്കാനൊക്കെ ഉള്ള കവറുകളൊക്കെ 2-3 തലയണ കൊണ്ടുപോകുന്നത് കേട്ടാലേ ക്ഷീണിച്ച് ഗൈസ്. എനിക്കാണെങ്കിൽ വയ്യാത്ത പോലെ. അപ്പൊ ഫൈനലി നമ്മൾ ഈ ഹോസ്റ്റല് വിട്ടിട്ട് പോവുകയാണ്. ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഭയങ്കര സങ്കടം ഉണ്ട് കേട്ടാ. കാരണം ഞാൻ രണ്ട് വർഷം കഴിഞ്ഞ് ഞാൻ ഇവിടെ ഈ ഹോസ്റ്റലിലേക്ക് വന്നിട്ട്. അപ്പൊ ഞാൻ വരും ഞാൻ ഈ ബെഡിലായിരുന്നു കേട്ടാ. പക്ഷെ എനിക്കാണെങ്കിൽ ചുമര് വേണം, പിന്നെ ചാർജ് ചെയ്യാൻ അടുത്ത് തന്നെ പ്ലഗും കൂടെ വേണമായിരുന്നു. ഞാൻ ഇവിടേക്ക് അതായത് ഇവിടെ കണ്ട പ്ലഗും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇവിടെ ചുമരുടെ അടുത്ത് കിടക്കാം. അവിടെ ആണെങ്കിൽ ചുമര് ചേർന്ന് കിടക്കാൻ പറ്റില്ല. അവിടെ മറ്റേ ഫില്ലർ വരുന്നതുകൊണ്ട് നമുക്ക് അങ്ങനെ ചുമരും അങ്ങോട്ട് ചേർന്ന് കിടക്കാൻ പറ്റില്ല. അപ്പോ ഞാൻ വന്ന് കുറച്ച് ഒരു മാസം ആവുന്നതിന് മുമ്പ് തന്നെ ഈ ബെഡിലുള്ള ചേച്ചി പോയായിരുന്നു. അപ്പൊ ഞാൻ നേരെ വീട്ടിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. അപ്പൊ മുതല് ഞാൻ ഇവിടെ തന്നെ ആണ്. അപ്പൊ എനിക്ക് എന്തോ ഭയങ്കര ഒരു മിസ്സിങ്
ഗൈസ്, ലൈഫല്ലേ, നമ്മളെല്ലാം അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. അഡ്ജസ്റ്റ്മെന്റ് ആണല്ലോ ജീവിതം എന്നൊക്കെ. ഗൈസ്, അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതം. ഓക്കെ, നമ്മൾ എന്താ പറയാ, അണ്ടർസ്റ്റാൻഡിങ് ആണ് ജീവിതം. അതെ, ഒരിക്കലും അഡ്ജസ്റ്റ്മെന്റ് അല്ല ജീവിതം. പക്ഷെ ഞാൻ രണ്ടും പറയട്ടാ, നിങ്ങളൊന്നും കാര്യം ഈ കയ്യിൽ അങ്ങനെ പൊടിയാണ്, അതിനെ കൂടെ കണ്ണെത്തും. ഫുഡ് കഴിച്ചില്ല, ഫുഡ് കഴിക്കണം. അപ്പൊ എന്താ, നമ്മുടെ ലാസ്റ്റ് സഫറാണ് അല്ലേ അർച്ചന? ഇവിടുന്ന് സങ്കടമൊന്നും ഇല്ല, എന്തായാലും ചെറിയൊരു വിഷമം. കാര്യമില്ല. ഐസ്ക്രീം കഴിക്കാൻ പോണം. സമയം 8:50 വന്നിട്ട്. എടപ്പാളുകാരെങ്കിലും ഈ വീഡിയോ കാണണമെങ്കിൽ നമ്മളെ തല്ലും. കിട്ടില്ല, അതൊരു നഗ്നസത്യമാണ്. ഞാൻ എന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാ, കഴിഞ്ഞ ദിവസം അർച്ചനയായിട്ട് ഞാൻ ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോയായിരുന്നു, വയ്യാന്ന് വെച്ചിട്ട്. രാത്രി സമയം എന്തോ 11:15 ആ ഒരു ടൈമിനായിരുന്നു ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നെ. ഒരു വരുന്നുണ്ട് ഗൈസ്. അപ്പോ ഇവിടെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കുമ്പോണ്ട് ഒരു ഓട്ടോ പോലും ഇല്ല. വരുന്ന ഒരു ഓട്ടോ ഇവിടെ ഇല്ല. അപ്പോ ആ രാത്രി ഞങ്ങൾ നടന്നിട്ട് ഇവിടെ പളയർത്ത് ഇറങ്ങിയിട്ട് ഷുഗർ എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ അവിടേക്ക് പോയി. പിന്നെ അവിടെ നിന്ന് ഡോക്ടറിനെ കാണിച്ച് കുറച്ച് നേരം അവിടേക്ക് ഇതായിട്ട് മെഡിസിനും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് വരുമ്പോഴത്തേനും സമയം 12 മണി കഴിഞ്ഞു. അപ്പൊ അവിടെ പോലും ഒരു ഓട്ടോ ഇല്ല. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് ഇന്നത്തെ വിശേഷം. നാളെ പാർട്ട് 2 ആയിട്ട് വരുന്നതായിരിക്കും. എവിടെയാണ് ഹോസ്റ്റൽ, എങ്ങനെയാണ് ഹോസ്റ്റൽ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വിശേഷങ്ങളായിട്ട് നാളെ വരുന്നതായിരിക്കും. അപ്പോൾ ഇത്ര മുന്നത്തെ വീഡിയോ, ബൈ.